ഗുഡ് മോർണിംഗ്. കർത്താവിൻ്റെ നാമം വീണ്ടും വീണ്ടും പാട്ടുകൊടുക്കുന്നതാകട്ടെ. ഈ കർത്താവിനൊന്ന് രുചിച്ചത്, ഈ ഭയവും ആശങ്കകളൊക്കെ ഒന്ന് മാറട്ടെ, ഒരു ഉറപ്പ് ലഭിക്കട്ടെ. ഞാൻ കർത്താവിൻ്റെ പൈതല്ല. നമ്മളെ കർത്താവ് എത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിവ് കഴിഞ്ഞാലുണ്ട്, പിന്നെ നമ്മൾ ഭാരപ്പെടത്തില്ല. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നുണ്ടല്ലേ സ്വന്തം പുത്രനെ പോലും ആദരിയാതെ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി വിട്ടു തന്നത്, ക്രൂശിക്കപ്പെട്ടത്. അതിൽ തന്നെ ആ സ്നേഹം മുഴുവനില്ലേ? പിന്നെ നമ്മളെന്തിനെ സംശയിക്കുന്നത്? നമുക്കെപ്പോഴും ഇഷ്ടം ഇൻഡിപെൻഡൻ്റായിട്ട് പോകാൻ. കർത്താവൊന്നും വേണ്ട, ഒരു മിനിമം റോള് കൊടുക്കുക, കൂടുതലായ പ്രശ്നമാണ്. നോ, അങ്ങനല്ല കേട്ടോ. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ നിയന്ത്രണം കർത്താവിനെ ഏൽപ്പിച്ച് നോക്ക്. നമുക്കിങ്ങനെ ഒരു ബലൂൺ പോലെ പറക്കാൻ പറ്റും, ബലൂൺ പോലെ. ഓക്കെ, അപ്പോൾ നമ്മൾ റോമൻസ് 4:21 വായിച്ചത്. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. കാരണം പറഞ്ഞേക്കുന്നത് ക്രിയേറ്ററാണ്, ചുമ്മാ തള്ളത്തില്ല. ഈസ് നോട്ട് എ മാൻ, ഈസ് എ ക്രിയേറ്റർ ആൻഡ് നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഹിം. തനിക്ക് ശക്തിയും കഴിവും ഉള്ളതുകൊണ്ടാണ് ദൈവം അത് പറഞ്ഞത്. നീ അനേക ജനതകളുടെ പിതാവാകും. ഹി വാസ് ഓൾറെഡി 75 years old. അവൻ്റെ ശരീരം മൃതം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ, മക്കളുണ്ടാകാനുള്ള കഴിവൊക്കെ അവൻ്റെ നഷ്ടപ്പെട്ടു, സാറയുടെ നഷ്ടപ്പെട്ടു. അവിടെയാണ് പറഞ്ഞു നിനക്ക് എന്നിട്ടും കൊടുത്തില്ല, 25 വർഷം പിന്നെ, അതായത് മാക്സിമം സാധ്യത ഇല്ലാതാകട്ടെ. ലാസർ മരിക്കുമെന്ന് കർത്താവിനറിയാം, യേശുക്രിസ്തുവിനറിയാം. എന്തുകൊണ്ടാണ് 3 ദിവസം അല്ല 4 ദിവസം വെയിറ്റ് ചെയ്യുന്നില്ല? കാരണം എങ്കിൽ മാത്രമേ അത്ഭുതത്തിൻ്റെ ഇൻറ്റൻസിറ്റി. അല്ലെ നമ്മളല്ലേ, ആൾക്കാരെന്തോ പറയും, എന്തെല്ലാം പറയും. നമ്മളൊരു ജീവൻ പോയിട്ടൊന്നുമില്ലായിരുന്നു, അതെന്തോ നമുക്ക് തോന്നിയതാണ്. അല്ലെ ഡോക്ടർ ശരിക്കും നോക്കാൻ ചിട്ട പൾസ് ഉണ്ടായിരുന്നു, കല്ലേ കിടങ്ങാൻ ജീവൻ ഉണ്ടായിരുന്നു, ഒരു മനുഷ്യൻ ഇത്ര മണിക്കൂർ വരെ ജീവിച്ചിരിക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞു കളയും. അതെല്ലാം അങ്ങ് മാറട്ടെന്ന് വെച്ചിട്ടാണ് കർത്താവ് അനങ്ങാവിട്ടിരിക്കും. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവന് നീതിയായിട്ട് പരിഗണിക്കപ്പെട്ടത്. അവന് അത് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മെ സംബന്ധിച്ചു കൂടിയാണ്. അപ്പോൾ അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ അബ്രാഹാമിൻ്റെ വിശ്വാസം ആ ദൈവം കൊടുത്ത വാഗ്ദാനമായിട്ട് മിക്സ് ചെയ്തപ്പോൾ അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ അത്ഭുതം നടന്നു. ഇത് നമ്മളെ രക്ഷയെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ഇതിന് ഒത്തിരി ഡയമെൻഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു, വാഗ്ദാനം പ്ലസ് വിശ്വാസം ഈക്വൽ ടു മിറക്കിൾ. ദൈവത്തിൻ്റെ വാഗ്ദാനം അബ്രഹാം തനിക്ക് ദാനമായിട്ട് ലഭിച്ച വിശ്വാസം അതിനോട് മിക്സ് ചെയ്തു. അബ്രഹാം സംശയിച്ചില്ല. കാരണം സംശയിക്കാൻ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പക്ഷേ ശരീരത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ, സ്വന്തമായിട്ടും സാറായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നെടുവേർപ്പെടാനേ സമയമുള്ളൂ, അല്ലെങ്കിൽ സംശയിക്കാനേ സമയമുള്ളൂ. ഇതൊന്നും നടക്കില്ല, അതൊക്കെ ദൈവം അങ്ങനെ പറയുന്നേ ഉള്ളൂ, അല്ലെ തോന്നലായിരുന്നായിരിക്കാം ഇതൊക്കെ സത്യമാണെന്ന് എങ്ങനെ അറിയുന്നത് എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ അബ്രഹാമിനറിയാം ആരാ സംസാരിച്ചതെന്ന്, ആരുടെ ശബ്ദം ഞാൻ കേട്ടതെന്ന് 100% ഉറപ്പ് അബ്രഹാമിനുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് കേട്ട ശബ്ദം ആരുടെയാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നത്. ഞാൻ വേവറ് തന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചത്. അതുകൊണ്ടാണ് ആരെല്ലാം പറഞ്ഞിട്ട് ഞാൻ ആ തീരുമാനിച്ചത് മാറാത്തതിൻ്റെ കാര്യം. എന്ന് പറഞ്ഞാൽ ആ വാഗ്ദാനം ദൈവം കൊടുത്തു, എനിക്ക് സന്തതിയെ തരും. അബ്രഹാം തൻ്റെ വിശ്വാസം അതിനോട് മിക്സ് ചെയ്തു. അത്ഭുതമുണ്ട്. 100ാമത്തെ വയസ്സിൽ തനിക്കൊരു സന്തതി കിട്ടി. അത്ഭുതമുണ്ട്. ഇതെന്താ നമ്മൾ ചെയ്യാത്തത്? നമ്മൾ എന്തുകൊണ്ടാണ് ഈ വാഗ്ദാനത്തിൻ്റെ കൂടെ, ദൈവം തന്ന വാഗ്ദാനത്തിൻ്റെ കൂടെ നമ്മുടെ വിശ്വാസം മിക്സ് ചെയ്യാത്തത്? എന്താ? നമുക്ക് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ല. കർത്താവ് ആരാണെന്ന് നമുക്കൊരു അറിവ് മാത്രമേ ഉള്ളൂ, അനുഭവമില്ല. നമുക്ക് കർത്താവ് ഒരു കാര്യം പറയുമ്പോൾ അത് ബ്ലൈൻഡായിട്ട് ചെയ്യാനുള്ള ഒരു ഉറപ്പില്ല. കാരണം നമുക്ക് കർത്താവിനേക്കാൾ വിശ്വാസം നമ്മളെ തന്നെയാണ്, നമ്മുടെ ബുദ്ധിയാണ്, അല്ലെങ്കിൽ ലോകത്തെയാണ്. നമുക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന അറിവിനെ, അല്ലെങ്കിൽ നമുക്ക് ഉപദേശിക്കുന്ന മറ്റുള്ളവരെ. നമ്മൾ എന്തെങ്കിലും വിഷയം വരുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ അടുത്തോട്ട് ഓടാറുണ്ടോ, അതോ മറ്റുള്ളവരിലേക്കാണ് ഓടുന്നത്, അതോ സ്വന്തം ബുദ്ധിയിലേക്ക്? ഒന്ന് ചിന്തിച്ചോ. നമുക്കൊരു പരിഹരിക്കാൻ വയ്യാത്തൊരു വിഷയം വരിക, അല്ലെങ്കിൽ എനിക്ക് വന്ന പോലെ ഒരു മേജർ സിക്നസ് വരിക, ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടൊന്ന് ആദ്യം നമ്മൾ അന്വേഷിക്കുന്നത്. അതിനേക്കാൾ ഉപരി എൻ്റെ കർത്താവിനെ ലീഡ് ചെയ്യാൻ പറ്റും, ഗൈഡ് ചെയ്യാൻ പറ്റും, മരുന്നോ ട്രീറ്റ്മെൻറ്റ് ഒന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇതിനകത്ത് കർത്താവിൻ്റെ ഹിതം എന്താ, അതാദ്യം അന്വേഷിക്കുക. അപ്പോൾ അത് അന്വേഷിക്കണമെങ്കിൽ നമുക്കൊരു ധൈര്യം വേണം. എൻ്റെ കർത്താവിനെ കൈവിടത്തില്ല. കാരണം ഞാൻ കർത്താവിനെ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു, ഞാൻ കർത്താവിനെ ആശ്രയിക്കുന്നു. കർത്താവ് മാത്രമാണ് എൻ്റെ അഭയം എന്ന ഒരു ഉറച്ച തീരുമാനം എൻ്റെ ഉള്ളിലുണ്ട്. എന്നെ കർത്താവ് കൈവിടുവാണെങ്കിൽ പിന്നെ കർത്താവിനെ കർത്താവെന്ന് വിളിക്കാൻ പറ്റും.
കർത്താവ് മനുഷ്യനല്ലല്ലോ. മനുഷ്യനാണെങ്കിൽ ആശ്രയിക്കുന്നതിനെ കൈവിടുമോ? വിടത്തില്ലല്ലോ. നമ്മളെ കൊണ്ട് പറ്റുമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ നമ്മളെ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മൾ ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകാൻ റെഡിയാണ്. അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെലവഴിക്കാനും നമ്മൾ റെഡിയാണ്, ഇല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ മക്കളാണെങ്കിൽ. നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ. ആ പൂർണ്ണ മനസ്സോടെ എനിക്ക് വേറെ ആരുമില്ല ആശ്രയിക്കാൻ, അങ്ങ് മാത്രമാണ് എൻ്റെ ആശ്രയം, അങ്ങനെ വഴി നടത്തണമേ എന്ന് പറയുമ്പോൾ കർത്താവിന് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? കർത്താവിന് ഡബിൾ മൈൻഡ് ഉണ്ടോ? എടാ, ഈ കാര്യത്തിൽ ഞാൻ നോക്കാം, ഞാൻ ട്രൈ ചെയ്യാം, നീ നിൻ്റെ വഴികൾ നോക്കിക്കോളൂ എന്ന് പറയും. ഇല്ല, ആശ്രയം പൂർണ്ണമായിട്ടും അങ്ങോട്ട് എന്താ ഒരു ചൈൽഡ് ലൈക്ക് ഡിപ്പെൻഡൻസ്, ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അങ്ങ് ആശ്രയിക്കും. കർത്താവ് മതിയായവന് കേട്ടോ നമ്മുടെ സകല ആവശ്യങ്ങൾക്കും. അതാ എഫെസ്യലേഖനം പറഞ്ഞ് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്തു തരാൻ കഴിയുന്ന നമ്മിൽ വസിക്കുന്ന തൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച്. ഈ പരിശുദ്ധാത്മാവ് നമുക്ക് അവൈലബിളാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുക. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ശരീരത്തിൽ നടക്കുന്ന ഓരോ മാറ്റങ്ങളും, അല്ലെങ്കിൽ ഇപ്പം ഈ അസുഖത്തിൻ്റെതായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മളറിയുന്നതിന് മുമ്പ്, ഡോക്ടേഴ്സ് അറിയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് അറിഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അനുവാദം കൂടാതെ ഒരു കാര്യം നടക്കത്തില്ല. എന്തിനത്ര അനുവദിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി ഹാസ് എ പർപ്പസ് ഫോർ ഹിസ് ഗ്ലോറി. ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യം, കർത്താവ് ഇതിൽ കൂടെ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണം. ആൻഡ് ഐ എം ഷുവർ അറ്റ് എനി മൊമെൻറ്റ് ഹി ക്യാൻ കംപ്ലീറ്റ്ലി ഹീൽ മീ. ഏത് നിമിഷം ഒരു വാക്ക് പറഞ്ഞാൽ, കാരണം പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലാണ് വസിക്കുന്നത്. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ബൈബിൾ അങ്ങനെയല്ലേ പറയുന്നത്? നമ്മൾ ഡോണ്ട് യു നോ ദാറ്റ് യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്നിട്ട് പറയാം, എൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നതിനെ ഞാൻ നശിപ്പിക്കും. സഭയെക്കുറിച്ചുണ്ട്, ശരീരത്തെക്കുറിച്ചുണ്ട്. സഭയും കർത്താവിൻ്റെ ശരീരമാണ്. നമ്മുടെ ബോഡി, നമ്മുടെ ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ ആലയം. അതിനെ നശിപ്പിക്കുന്നവനെ കർത്താവ് നശിപ്പിക്കുന്നു പറഞ്ഞാൽ പിശാചാകട്ടെ, രോഗമാട്ടെ, അതിനെ കർത്താവ് നശിപ്പിച്ചിരിക്കും, ഉറപ്പാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്നും പ്രാർത്ഥിക്കുക, അത്ഭുതം നടക്കട്ടെ. ആമേൻ.